എട്ടുകാലുള്ള പ്രേതം ഇപ്പോൾ രാജാവിന്റെ ശരീരത്തിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് നേരെ ചെന്നിട്ട് ഗംചോറിനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ ഗംചോരി തിരിച്ച് രാജാവിനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും രാജാവിന്റെ കൂടെയുള്ള ഒരു പടയാളി രാജാവിന് രക്ഷയൊക്കെ ഒരുക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നീ ഇതിനിടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നിന്നെയായിരിക്കും ഞാൻ ആദ്യം കൊല്ലുന്നതെന്ന് രാജാവ് പറഞ്ഞത് കേട്ട ഉടനെ തന്നെ അയാളും മാറി നിൽക്കുന്നു. എട്ടുകാലുള്ള പ്രേതം വളരെയധികം പവർഫുൾ ആയിരുന്നു. അങ്ങനെയിരിക്കെ ഗംചോരിനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തി കഴിയുമ്പോഴത്തേക്കും ഗംചോരയുടെ ഉള്ളിൽ നിന്നും ഒരു പ്രകാശം പുറത്തേക്ക് വരുന്നു. അത് കണ്ട ഉടനെ തന്നെ എട്ടേക്കാലുള്ള പ്രേതത്തിനും താൻ ഫൈറ്റ് ചെയ്യുന്നത് ഒരു മനുഷ്യനുമായിട്ടല്ല എന്ന സത്യമൊക്കെ മനസ്സിലാവുകയാണ്. ഗംചോറി ഒരു ഇടിമിന്നൽ ഉണ്ടാക്കുകയാണ്. ആ ഒരു ഇടിമിന്നൽ രാജാവിന്റെ ശരീരത്തിൽ ഏറ്റ് കഴിയുമ്പോഴത്തേക്കും ശരീരത്തുണ്ടായിരുന്ന എട്ടുകാലുള്ള പ്രേതം പുറത്തേക്ക് ഇറങ്ങുന്നു. യൂറിയും എട്ടുകാലുള്ള പ്രേതത്തെ പുറകിൽ നിന്നും കുത്തിയതിനു ശേഷം ഒരുപാട് മന്ത്രമൊക്കെ ചൊല്ലുകയാണ്. അതേസമയം കണ്ണു കാണാത്ത മന്ത്രവാദിയും ഈ ഒരു പ്രേതത്തിന് ശക്തി കൊടുക്കുവാനായിട്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെ ആ ഒരു മന്ത്രവാദിക്കും വേദനിക്കുന്നു. ഗംചോറിയും കയ്യിലുണ്ടായിരുന്ന കത്തി എട്ടുകാലുള്ള പ്രേതത്തിന്റെ ദേഹത്തേക്ക് എറിഞ്ഞതിനു ശേഷം ഇടിമിന്നൽ ആ ഒരു പ്രേതത്തിന്റെ ശരീരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ ഒരു സമയത്ത് ആ പ്രേതവും അവിടെ നിന്നും അപ്രതീക്ഷനാകുന്നു. അങ്ങനെ ആ പ്രേതം പോയ ഉടനെ തന്നെ മഴയും പെയ്യുന്നു. ഇപ്പോൾ കൊട്ടാരം കാണിക്കുകയാണ്. രാജകുമാരന്റെ ശരീരത്തിൽ ഒരു മുറിവ് പോലുമില്ല. മാത്രമല്ല ഇപ്പോൾ അവന് നോർമലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന രീതിക്ക് ഡോക്ടറും രാജകുമാരന്റെ അമ്മയുടെ അടുത്തും പറയുന്നു. എന്താണ് ശരിക്കും നടന്നിട്ടുണ്ടായിരുന്നതെന്ന് രാജകുമാരന്റെ അമ്മ പടയാളിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും നടന്ന എല്ലാ കാഴ്ചകളും കണ്ടിട്ടുണ്ടായിരുന്ന അയാൾക്ക് പോലും തീർച്ചയായിട്ട് എന്താണ് നടന്നതെന്നുള്ള കാര്യം പറയുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. രാജാവിന്റെ ഉള്ളിൽ പ്രേതം കയറിയ ആ ഒരു നിമിഷത്തെ ഓർമ്മകളെല്ലാം തന്നെ ഇപ്പോഴും രാജാവിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ആ ഒരു ഓർമ്മകളെ കുറിച്ച് ഓർക്കുന്ന രാജാവിനും ഒരുപാട് പേടിയൊക്കെ തോന്നുന്നു. ഗംചോരയുടെ ശരീരത്തിൽ അമ്പ് കൊണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഇരുന്നാൽ ബ്ലീഡിങ് കൂടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന യൂറിയും ആ ഒരു അമ്പ് എടുത്തു മാറ്റുന്നു. മാത്രമല്ല ഗംചോരിയനെ ട്രീറ്റ് ചെയ്യുവാനായിട്ട് അവളും ശ്രമിക്കുകയാണ്. നേരത്തെ യൂൺകാപ്പിന്റെ കാലിൽ മുറിവ് പറ്റിയ സമയത്ത് അവളും ഒരു മെഡിസിനൽ പ്ലാന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അന്ന് ആ ഒരു മെഡിസിനൽ പ്ലാന്റ് യൂൺകാപ്പിന്റെ ശരീരത്തിൽ ഉപയോഗിക്കുവാനായിട്ട് അവൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ സുരക്ഷിതമായി തന്നെ അവളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടായിരുന്നത് കൊണ്ട് അത് വെച്ചിട്ട് ഗംചോരിനെയും അവൾ ട്രീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ യൂറിയും ആ ഒരു മുറിവ് കെട്ടിക്കൊടുക്കുമ്പോഴത്തേക്കും അവന്റെ ഹൃദയം ഒരുപാട് ഇടിക്കുന്നതൊക്കെ അവനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ യൂറിനെ പിടിച്ചു മാറ്റിയതിനു ശേഷം നമ്മൾ എത്രയും വേഗം ഇവിടെ നിന്ന് പോകണമെന്ന രീതിക്കാണ് ഗംചോരി പറയുന്നത്. അതായത് എട്ടുകാലുള്ള പ്രേതത്തെ പിടിക്കുവാനായിട്ടായിരുന്നല്ലോ ഇവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അത് ആ പ്രേതം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതികാരമൊക്കെ തീർക്കുവാനായിട്ട് ഉറപ്പായിട്ടും അത് നമ്മളെ തേടി വരുമെന്നും അതിനു മുമ്പായിട്ട് ഇവിടം വിട്ടു പോകണമെന്നും അവനും പറയുന്നു. യൂൺകാപ്പ് നിന്നെ ചതിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവനെ ഇനി എട്ടുകാലുള്ള പ്രേതത്തിന്റെ അടുത്തുനിന്ന് രക്ഷിക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവും ഇല്ല എന്ന രീതിക്ക് കഞ്ചോര് പറയുമ്പോഴത്തേക്കും പണ്ട് മുതലേ ഞങ്ങളുടെ നാട്ടിൽ എന്ത് നടന്നിട്ടുണ്ടെങ്കിലും അതിപ്പോൾ ഭൂമികുലുക്കമായാലും വെള്ളപ്പൊക്കമായാലും വരൾച്ചയായാലും എല്ലാവരും എന്നെ ആയിരിക്കും കുറ്റം പറയുക. ആദ്യമായിട്ട് ഞാൻ കാരണമല്ല ഇതെല്ലാം തന്നെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് യൂൺകാപ്പാണ്. അങ്ങനെയിരിക്കെ അവനെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ എനിക്ക് ജീവിക്കണമെന്ന് പോലും പിന്നെ ആഗ്രഹം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നിൽക്കുമ്പോഴത്തേക്കുമാണ് അവിടേക്ക് രാജാവും കടന്നു വരുന്നത്. രാജാവും വാളെടുത്തിട്ട് കംചോരിയുടെ നേർക്ക് നീട്ടിയതിനു ശേഷം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നീ യോൺകാപ്പല്ല, സത്യം പറ, നീ ആരാണ് എന്നൊരു ചോദ്യമൊക്കെ രാജാവും കംചോരിയുടെ അടുത്തായിട്ട് ചോദിക്കുന്നു. രാജകുമാരനും ഇപ്പോൾ കണ്ണു തുറക്കുകയാണ്. മുമ്പിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന അമ്മേനെ തിരിച്ചറിയുന്ന രാജകുമാരനാകട്ടെ അച്ഛനെ കാണണമെന്ന് വാശി പിടിക്കുന്നു. നീ ആരാണെന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് ഗംജോരിയും ഞാൻ യൂൺകാപ്പ് ഒന്നുമല്ല, യൂൺകാപ്പ് നേരത്തെ തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ മിനിസ്റ്റർ ക്വാക്ക് കാരണമാണ് അവൻ മരണപ്പെട്ടു പോയതെന്നൊക്കെ പറയുകയാണ്. അതേസമയം രാജകുമാരനെ ഉപദ്രവിക്കാനായിട്ടായിരുന്നു ഇവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞ് ഗംജോരിനെ കൊല്ലുവാനായിട്ട് നോക്കുകയായിരുന്നു രാജാവും. പക്ഷേ ശരിക്കും രാജകുമാരനെ അവൻ രക്ഷിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് യൂറി പറഞ്ഞ ഉടനെ തന്നെ അവിടേക്ക് എത്തുന്ന രാജകുമാരനും അത് സമ്മതിക്കുന്നു. എന്റെ ശരീരത്തിൽ ഒരു പ്രേതമുണ്ടായിരുന്നു, അതായിരുന്നു ഇത്രയും കാലം എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടായിരുന്നു അതിന്റെ അടുത്ത് നിന്നും എന്നെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ആ ഒരു രാജകുമാരനും പറയുന്നു. രാജകുമാരനെ ഉറക്കിക്കിടത്തിയതിനു ശേഷം രാജാവും പുറത്തേക്കിറങ്ങി വരുന്ന സമയത്ത് പടയാളികളോട് ഞാൻ വാളുമായിട്ട് യൂൺകാപ്പിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? എനിക്ക് അപ്പോഴത്തെ കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയില്ല. എന്തായാലും ഞാൻ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതും എന്റെ പെരുമാറ്റവും എല്ലാം തന്നെ കണ്ട സമയത്ത് നിങ്ങൾക്കും രാജകുമാരന് അസുഖം വരുമ്പോൾ പെരുമാറുന്ന രീതിക്കൊക്കെ ആയിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നതെന്ന്
രാജാവും ചോദിക്കുന്നു. തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു യൂറിയും കംചോരിയും. അങ്ങനെ ഇരിക്കെയാണ് എട്ടുകാലുള്ള പ്രേതത്തെ ഇപ്പോൾ ഓടിച്ചോടുവാനായിട്ട് മാത്രമാണ് യൂറിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നെന്നും അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ആ ഒരു പ്രേതം വരികയാണെങ്കിൽ അതിനെ തളയ്ക്കുവാനായിട്ട് തനിക്ക് സാധിക്കുമോ എന്നൊരു സംശയമൊക്കെ അവളുടെ ഉള്ളിലും തോന്നുന്നത്. പക്ഷേ കംചോരി ഇപ്പോൾ തളർന്നു വീഴുകയും അവന് വെള്ളം വേണമെന്നൊക്കെ പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അടുത്തുണ്ടായിരുന്ന ഒരു പുഴയിലേക്ക് കംചോരിനെയും കൂട്ടിക്കൊണ്ട് അവളും പോകുന്നു. ഗംഗ്ചോരി ഒരു ഇമൂഗയാണ്, അതുകൊണ്ട് തന്നെ ശുദ്ധജലം അവന് ആവശ്യമായിട്ടുണ്ട്. കുറെ നേരമൊക്കെ ശുദ്ധജലത്തിൽ കിടക്കുന്ന അവനും ഇപ്പോൾ തന്റെ പവേഴ്സ് ഒക്കെ തിരിച്ചു കിട്ടിയതായിട്ടും തോന്നുന്നു. ഇപ്പോൾ ഗംഗ്ചോരിയും വെള്ളത്തിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് യൂറിയും ഗംഗ്ചോരിയുടെ അടുത്ത് ഇത്രയും കാലം ഗംഗ്ചോരി അവളുടെ പിന്നാലെ നടന്ന ആ ഒരു കാര്യമൊക്കെ സാധിച്ചു തരാമെന്ന് പറയുകയാണ്. അതായത് ഗംഗ്ചോരിനെ ദൈവമായി കണ്ട് ആരാധിക്കുവാനായിട്ട് അവൾ തയ്യാറാണ്. അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൾ ചെയ്തും കൊടുക്കും. അവൻ എന്നാണോ പഴയ പോലെ ഡ്രാഗണായി മാറുന്നത് ആ ഒരു നിമിഷം വരെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കുമെന്ന രീതിക്ക് അവളും സംസാരിക്കുന്നു. എട്ടുകാലുള്ള പ്രേതത്തിന്റെ അടുത്ത് എനിക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുമെന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. അതിനാണ് രാജാവിന്റെ കയ്യിലുണ്ടായിരുന്ന ഗോസ്റ്റ് പെയിൻ സ്റ്റോൺ സ്വന്തമാക്കിയിട്ട് ഞാനും പോയത്. പക്ഷെ ആ ഒരു ഗോസ്റ്റ് പെയിൻ സ്റ്റോൺ വെച്ചിട്ടൊന്നും തന്നെ ആ ഒരു എട്ടുകാലുള്ള പ്രേതത്തെ പിടിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എനിക്ക് ഞാൻ ആരാധിക്കുന്ന രീതിക്ക് ഒരു ദൈവം പോലുമില്ല. ഇപ്പോൾ തന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു നിന്നത് കൊണ്ടാണ് ആ ഒരു എട്ടുകാലുള്ള പ്രേതത്തെ നമുക്ക് തൽക്കാലത്തേക്കെങ്കിലും ഒഴിവാക്കുവാനായിട്ട് സാധിച്ചത്. ഇന്ന് നീ എന്റെ ജീവൻ രക്ഷിച്ചത് കൊണ്ട് ഈ ഒരു ജീവൻ നിനക്ക് നൽകുവാനായിട്ട് ഞാൻ തയ്യാറാണ്. ഇത്രയും കാലം ഞാൻ നിന്നെ വെറുത്തതെല്ലാം തന്നെ ഇതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഇതുപോലെ നീ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തരുവാനായിട്ട് തയ്യാറായത് കൊണ്ട് തന്നെ പകരമായിട്ട് നീ യോൻകാപ്പിനെ രക്ഷിക്കണമെന്ന് യോറിയും അവന്റെ അടുത്തായിട്ട് പറയുകയാണ്. 13 വർഷമായിട്ട് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ ഞാൻ നിന്റെ പിന്നാലെ കെഞ്ചി നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴൊന്നും തന്നെ നീ എന്നെ ദൈവമായി കണ്ട് ആരാധിക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ യൂൺ കപ്പിന് വേണ്ടിയിട്ടൊക്കെയാണല്ലോ നീ ഇത് സമ്മതിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഗംഗ്ചോരിയും പിണങ്ങിപ്പോകുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജകുമാരൻ പഠിക്കുകയാണ്. രാജാവും അതൊക്കെ കാണുവാനായിട്ടും എത്തിയിട്ടുണ്ട്. രാജകുമാരനെ പഠിക്കുവാനായിട്ട് സഹായിക്കുന്നത് രാജാവിന്റെ തന്നെ മുത്തശ്ശനാണ്. അങ്ങനെ ഇരിക്കെ അവര് പഠനത്തെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് സംസാരിക്കുന്നു. രാജകുമാരന്റെ അസുഖമെല്ലാം മാറിയെന്ന് കേട്ടിട്ട് രാജ്ഞിയും രാജകുമാരനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രേതം രാജകുമാരനെ വിട്ടു പോയെന്ന സത്യം മനസ്സിലാക്കുന്ന രാജ്ഞിക്കും കൂടുതൽ വിഷമമൊക്കെ ആയിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും പുറമേക്ക് സന്തോഷം അവർ അഭിനയിക്കുന്നു. എന്തായാലും ദേഷ്യം വന്നിട്ടുണ്ടായിരുന്ന രാജ്ഞിയും നേരെ മന്ത്രവാദിയുടെ അടുത്ത് ചെന്ന് എന്താണ് സംഭവിച്ചതെന്നൊക്കെ അയാളുടെ അടുത്തായിട്ടും ചോദിക്കുന്നു. ഞാൻ ചെയ്ത മന്ത്രവാദം എല്ലാം തന്നെ ശരിയായിരുന്നു. പക്ഷെ എനിക്കെതിരായിട്ട് ആ ഒരു കൊട്ടാരത്തിൽ തന്നെ മറ്റാരോ മന്ത്രവാദമൊക്കെ ചൊല്ലുന്നുണ്ട്. അവരാകട്ടെ എട്ടുകാലുള്ള പ്രേതത്തെ മുറിവേൽപ്പിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുവഴിയാണ് ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും പ്രേതം പുറത്തേക്ക് ഇറങ്ങിയതും. എന്തായാലും നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. ഞാൻ വീണ്ടും ആ ഒരു പ്രേതത്തെ ആ രാജകുമാരന്റെ ശരീരത്തിൽ തന്നെ കയറ്റുന്നതായിരിക്കും. അതുവഴി പ്രേതം തന്നെ രാജകുമാരനെ കൊല്ലുകയും ചെയ്യും. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ മകനായിട്ടുള്ള യോങ്ങിനെ രാജാവാക്കുവാനായിട്ട് സാധിക്കുമെന്ന രീതിക്കാണ് അയാളും പറഞ്ഞൊക്കെ കൊടുക്കുന്നത്. പക്ഷെ വീണ്ടും പ്രേതം കൊട്ടാരത്തിലൊക്കെ കയറുകയാണെങ്കിൽ യോങ്ങിനെ ആക്രമിച്ചാലോ എന്നൊരു പേടിയൊക്കെ രാജ്ഞിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രേതത്തിന്റെ അടുത്ത് നിന്നും യോങ്ങിന് പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിക്കുള്ള മന്ത്രവാദമൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നും കൂടി അയാളുടെ അടുത്തായിട്ട് പറഞ്ഞിട്ട് പോകുന്നു. മന്ത്രവാദം നടത്തുവാനായിട്ട് മന്ത്രവാദിയുടെ കയ്യിൽ യോങ്ങിന്റെ ഷർട്ടൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മന്ത്രവാദി ആ ഒരു ഷർട്ടൊക്കെ വലിച്ചെറിയുമ്പോഴത്തേക്കും ആക്സിഡന്റലായിട്ട് ആ ഒരു ഷർട്ടും കത്തുന്നു. പക്ഷെ അങ്ങനെ ഷർട്ട് കത്തി കഴിയുമ്പോഴത്തേക്കുമാണ് തനിക്ക് പറ്റിയ അബദ്ധത്തെ കുറിച്ചൊക്കെ മന്ത്രവാദിയും മനസ്സിലാക്കുന്നത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.